ഓം ശാന്തി. ബാഹ്യലോകത്തിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും ഉൾവലിച്ച് ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ശരീരത്തെ നടത്തിക്കുന്ന ചൈതന്യ ശക്തിയാണ്. ഞാൻ എൻ്റെ ശരീരത്തെ നടത്തിക്കുന്നു. എൻ്റെ കർമ്മങ്ങളുടെ നിരീക്ഷണം ചെയ്യുന്നു. ഞാൻ ഒരു ജ്യോതിബിന്ദു സ്വരൂപമാണ്. മസ്തകമധ്യത്തിൽ വിരാജമാന ആത്മാവാണ്. ഇതെന്റെ ശരീരമാണ്. ഞാൻ ഈ ശരീരമല്ല. ഞാൻ ചൈതന്യമാണ്. എൻ്റെ ശരീരം ജഡമാണ്. ഞാൻ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു, കേൾക്കുന്നു, കാണുന്നു. പ്രകൃതിയുടെ 5 തത്വങ്ങളാൽ ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ഈ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ വേറിട്ട അനുഭവം ചെയ്യുമ്പോൾ എനിക്ക് അപാര ശാന്തിയുടെ അനുഭവമുണ്ടാകുന്നു. എൻ്റെ ശരീരവും ശാന്തമാണ്, സ്ഥിരമാണ്. എൻ്റെ വിചാരങ്ങളെ ഞാനിപ്പോൾ സ്വയം തന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു. വിചാരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ മനസ്സും ശാന്തമാകുന്നു. ഞാൻ ലൈറ്റായി ഭാരമില്ലാത്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ ആത്മചിന്തനം ചെയ്യുന്നു, സ്വയത്തെ നിരീക്ഷിക്കുന്നു. ഈ ശരീരം എൻ്റെ രഥമാണ്. ഞാൻ ചൈതന്യ എനർജിയാണ്. ജ്യോതി ബിന്ദു സ്വരൂപ ആത്മാവാണ്. ഞാൻ അലൗകിക പ്രകാശമാണ്. അജർ അമർ അവിനാശിയാണ്. ഞാൻ വിചാരം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, നിരീക്ഷണം ചെയ്യുന്നു. ഞാൻ ചൈതന്യ ആത്മാവാണ്. അതിസൂക്ഷ്മ ജ്യോതി ബിന്ദുവാണ്. ഈ ദേഹത്തിലിരുന്നു കൊണ്ട് ശ്വേത പ്രകാശരശ്മികൾ ചുറ്റുപാടും പരത്തുന്നു. ഞാൻ അലൗകിക ശക്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ സത്യസ്വരൂപത്തെ അറിഞ്ഞ് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാവ് ശാശ്വതമാണ്. ഈ ശരീരം ഒരു കളിപ്പാട്ടമാണ്.
ആത്മാവ് ഈ കളിപ്പാട്ടത്തിന്റെ ചൈതന്യ താക്കോലാണ്. ഞാൻ ആത്മാവാണ്, നിർഭയനാണ്. ശരീരത്തോടൊപ്പം കളിക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു. അതിനാൽ ഇത് പാവക്കളിയാണ്. അയ്യായിരം വർഷങ്ങളോളം കളി കളിച്ച് ഞാൻ താഴേക്ക് വന്നിരിക്കുകയാണ്. ബാബ വന്ന് മുകളിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. ശ്രീമതത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ഞാൻ മുകളിലേക്ക് പോകുകയാണ്. ആത്മീയ അച്ഛൻ എനിക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. ഈ മതത്തിലൂടെ നടന്ന് ഞാൻ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. സംഗമയുഗത്തിൽ പുരുഷോത്തമനായി മാറാനുള്ള മിലനം നടക്കുന്നു. ഇത് അമരനാക്കി മാറ്റുന്ന ചൈതന്യ താക്കോലാണ്. ഞാൻ ആത്മാവാകുന്ന ബാറ്ററി ഇപ്പോൾ ചാർജ് ആകുകയാണ്. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി ബാറ്ററി ഇല്ലാതാകുന്നു. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുന്നു. താക്കോൽ നൽകാൻ, ബാറ്ററി നിറക്കാൻ. ഓർമ്മയിലൂടെ ബാറ്ററി നിറക്കുന്നു. ബാബ കയറുന്ന കലയുടെയും അർത്ഥം മനസ്സിലാക്കി തന്നു. ഞാനിപ്പോൾ ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമ്മം വിനാശമാക്കുന്നു. ബാബയോടൊപ്പം യോഗം വെക്കുന്നില്ല എങ്കിൽ ബാറ്ററി ചാർജ് ആകുന്നില്ല. ശ്രീമതം അംഗീകരിക്കുന്നില്ലെങ്കിൽ യോഗം കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ബാറ്ററി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിൻ്റെ ശ്രീമതത്തിലൂടെ ഞാൻ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഇരുന്ന് ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. സത്തോ പ്രധാനവും ശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഡ്രാമ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ ബ്രാഹ്മണനായി മാറിയിരിക്കുന്നു. പിന്നെ ദേവതയായി മാറും. കൽപ്പകൽപ്പം മാറിക്കൊണ്ടിരിക്കും. ഇത് ചൈതന്യമായ ബാറ്ററിയാണ്. ശരീരമാണ് ജഡം. ഞാൻ ആത്മീയ സേവനം ചെയ്യുന്നു. കയറുന്ന കലയുണ്ടാക്കുന്നു. സേവനം ചെയ്തില്ലെങ്കിൽ പദവി കുറയുന്നു. ഒരു ശിവബാബയിൽ നിന്ന് മാത്രം അവ്യഭിചാരി ജ്ഞാനം ലഭിക്കുന്നു. ബാബയാകുന്ന ജ്ഞാനസാഗരൻ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അതിലൂടെ കുട്ടികൾ
ദേവതയായി മാറുന്നു, പവിഴ ബുദ്ധിയായി മാറുന്നു. ബാബ നൽകുന്ന ജ്ഞാനരത്നങ്ങൾ മാത്രം കൊത്തിയെടുക്കുന്നു. ദേഹാഭിമാനമാകുന്ന കടുത്ത രോഗത്തിൽ നിന്നും സ്വയത്തെ സുരക്ഷിതമാക്കി വയ്ക്കുന്നു. ബാറ്ററിയെ പൂർണ്ണമായി ചാർജ് ചെയ്യുന്നതിൽ പവർ ഹൗസ് ആകുന്ന ബാബയോട് യോഗം വെക്കുന്നു. ആത്മാഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിർഭയനായിരിക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ദാതാവ് എന്ന ഭാവനയിലൂടെ ഇച്ഛാമാത്രം അവിദ്യസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന തൃപ്ത ആത്മാവാകുന്നു. ഞാൻ ദാതാവിന്റെ കുട്ടിയാണ്, നൽകുന്നതിലൂടെ ലഭിക്കുന്നു. ഈ ഭാവന സദാ നിർവിഘ്നമാക്കുന്നു. ഇച്ഛാമാത്രം അവിദ്യാസ്ഥിതിയുടെ അനുഭവമുണ്ടാകുന്നു. ലക്ഷ്യമാണ് ബിന്ദു. വിസ്താരത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കുക, കേട്ടിട്ടും കേൾക്കാതിരിക്കുക. ബുദ്ധി അഥവാ സ്ഥിതി ദുർബലമാകുന്നതിന്റെ കാരണം വ്യർത്ഥ സങ്കല്പങ്ങളാണ്. ബാബ സൂചന നൽകുന്നു, ബന്ധനമുക്തനായി സേവനം ചെയ്യൂ. പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്നും മുക്തമാകൂ. റോയലായ കർമ്മക്കണക്കുകളിൽ നിന്നും മുക്തമാകൂ. ഓം ശാന്തി.